ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നതാണ്. അതായത് ഇന്നലെ ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഒരു മഹാഗണി ബ്രൗൺ എന്ന് പറഞ്ഞൊരു കളറുണ്ട്, അത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ മുടി കെട്ടി വെച്ചതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇന്നലെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു ചെയ്യാനായിട്ട് മുന്നേ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താവുന്നു. ഞാൻ മുന്നേ കളറൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഒന്ന് ഫീഡായി തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഇന്നലെ പോയിട്ട് ഈ കളർ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹാപ്പി വാച്ചിങ്, ബൈ. ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് തൃശ്ശൂരുള്ള ഫാബ് സിഗ്നേച്ചർ സലൂണിലേക്ക് വന്നേക്കാണ്. അപ്പം അതിൻ്റെ ഒരു വ്ളോഗായിട്ട് ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. എന്താണെന്ന് അറിഞ്ഞൂടാ, ഇപ്പം ഹെയറിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ നമുക്ക് നോക്കാം കളർ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവുന്നപ്പോൾ നോക്കാം. ബൈ. കുട്ട ഹായ്, ഇതെൻ്റെ ഫ്രണ്ട് ആനന്ദാണ് കേട്ടോ. നമ്മൾ ഹെയറിൽ എന്ത് സർവീസ് എടുത്താലും ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഹെയർ ഒന്ന് കൺസൾട്ട് ചെയ്തിരിക്കുന്നത് നന്നായിരിക്കണ്ടോ. കാരണം നമുക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് അവർ പറഞ്ഞുതരും. അപ്പോൾ എനിക്ക് ചേരുന്നത് ഒരു കളർ അവൻ സെലക്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മഹാഗണി ഗോൾഡ് 12.4 ആണ് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട് ആദിത്യ കയറി വന്നു. ഗൈസ്, ഞാൻ മഹാഗണി ബ്രൗൺ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ മഹാഗണി ഗോൾഡാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ എന്നാവും പറഞ്ഞു. അപ്പം ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ വാഷിന് എടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. നമ്മുടെ വാഷിങ് സ്റ്റേജ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്ക് നോക്കാം. എൻ്റെ കൂട്ടുകാരി ആദ്യത്തിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഹൈ പറയും. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കണ കണ്ട, പക്ഷേ ഉണ്ടല്ലോ അത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. കാരണം മൈക്കിൻ്റെ ചാർജ് ഇറങ്ങിപ്പോയിണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ ആ നെക്ന സത്യം ഇറങ്ങിയത്. പിന്നെ എനിക്ക് ആദിത്യാനെ നോക്കിയപ്പോൾ അവൾ എന്തോ കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ദാഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പിലോട്ട് ഞങ്ങൾ കടന്നിട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞല്ലോ, ഡ്രൈ ആണല്ലോ ഹെയർ, അതല്ലേ കളർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആതിരേച്ചിയാണ് എനിക്ക് ഡ്രൈ ചെയ്ത് തന്നെ. അപ്പോൾ ആതിരേച്ചി ഇങ്ങനെ നോക്കുക, ഇവിടെ എന്തായി കാണിച്ചുകൊണ്ടിരിക്കണേ, വീഡിയോ ഒക്കെ എടുക്കണില്ല പതിവില്ലാണ്ട്. കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങിയ കാര്യമൊക്കെ അപ്പോൾ പറയാണ്. അപ്പോൾ ഞാനൊരു ബിഗിനറല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ കോണ്ടന്റ്സ് ഒക്കെ എന്നൊക്കെ പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടൻ എന്നെ LKG സ്റ്റുഡൻറ്റിൻ്റെ പോലെ എന്തൊക്കെയോ ക്ലിപ്പ് വെച്ചിട്ട് എവിടേക്കോ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നായിരുന്നില്ല, എനിക്ക് കാണില്ലല്ലോ ബാക്കിലോട്ട്. പിന്നെയാണ് മനസ്സിലായി കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കളർ ചെയ്യുവാണ്. പിന്നെ ഞാനൊരു ഷെയ്ക്ക് കുടിച്ചുട്ടാ, അവർക്ക് ഷെയ്ക്ക് കൊണ്ട് തന്നു. എന്താലേ. അത് കഴിഞ്ഞിട്ട് നീ കണ്ട ചുറ്റും എത്ര ആൾക്കാരെ നോക്കി. ആദിത്യ ഉണ്ട്, ആനന്ദ് ഉണ്ട്, സന്ദീപ് ഉണ്ട്. ആ ചിരിച്ചുകൊണ്ട് ഇരുന്നത് സന്ദീപാണ് കേട്ടോ. അതവൻ എൻ്റെ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത് അവിടെ വെച്ചിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ നല്ല പരിചയപ്പെട്ടത്. പിന്നെ ഒരു 3 പേരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് എനിക്ക് വലിയ ബോറടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ചില്ലാക്കി തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നെ. ഇത് ആദിത്യം ഉള്ളതുകൊണ്ട് പിന്നെ ഒന്നും പറയണ്ട. ഇപ്പോൾ ഒരുപാട് ഫ്രണ്ടിലൊക്കെ കണ്ട കളർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിലോട്ട് കുറച്ചും കൂടെ അടിക്കാനുണ്ട്. അപ്പൊ അതിങ്ങനെ ഷെയ്ഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദിത്യനോട് പറയാം, അവൾക്ക് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് വരാന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് എക്സൈറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു, എങ്ങനെ ഇരിക്കും ലാസ്റ്റ് ഔട്ട്കം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ആലോചിച്ചിട്ട്. പിന്നെ എന്നോട് ആദിത്യ ഒന്ന് പറഞ്ഞു, ലേറ്റ് ആയോ, ഞാൻ വീട്ടിൽ പോയിട്ട് വരാന്നു. അപ്പൊ താറ്റ തരുന്നതാണ് കേട്ടാ, ബൈ ബൈ. ഞാൻ ബൈ പറഞ്ഞതാണ്. എന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും ഒറ്റയ്ക്ക്, ആരും എന്നെ നോക്കാനില്ല. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 30 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം, ഹെയർ ഒന്ന് ആവുന്ന വരെ, കളർ പിടിക്കുന്ന വരെ. ഞാൻ അങ്ങനെ ഇരുന്നു, കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചു. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ എന്തൊക്കെയാണ് കാണിക്കുന്നത്, വീഡിയോ റെക്കോർഡ് ചെയ്യുക, വീഡിയോ നോക്കുക. അതിൻ്റെ ഇടയിൽ കുട്ടൻ വന്നിട്ട് ഹെയർ കളറായി എന്ന് പറഞ്ഞിട്ട് ഏതൊരു ഹെയറൊക്കെ ആ ഒരു പോർഷൻ എടുത്ത് വലിച്ചു കളയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വാഷിന് കടത്തി. ഹെയർ കളർ വാഷ് ചെയ്ത് കളയണമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഹെയർ വാഷ് ചെയ്യുമ്പോൾ എൻ്റെ ഒറ്റ ചിന്ത എന്തായിരിക്കും അവസ്ഥ എന്ന്. എൻ്റെ കയ്യിൽ ഡ്രൈ ആക്കാൻ ആശി വന്നു. ഇതാണ് ആശി. ഇവൻ നല്ല വൈബാണ് കേട്ടാ. ഞാൻ അങ്ങനെ വീണ്ടും ഡ്രൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുക. ഇന്നത്തെ ദിവസം എത്ര ഡ്രൈയിങ് ആണ് ദൈവമേത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, എന്താ കളറൊന്നും കാണില്ലല്ലോന്ന്. ഡ്രൈ ചെയ്താലല്ലേ കളർ കാണത്തുള്ളൂ, അല്ലാണ്ട് ഇപ്പം എങ്ങനെ കാണാന്. അപ്പൊ ആശിനോട് പറയാ, ഡ്രൈ ചെയ്യണം കുട്ടാ, നല്ല കളർ കാണുള്ളൂ. അതിന്റെ വീണ്ടും ഡ്രൈങ്. എവിടെ നിന്നൊക്കെയാ ഡ്രൈയർ തന്നെയാന്ന് അറിയില്ല, 2 ഡ്രൈയർ ആർന്നു ചുറ്റും. എൻ്റെ ഇടയിൽ ഏതൊരു പാട്ട് വന്നപ്പോ അവര് ഡാൻസ് കളിക്കുന്നതും അവരുടെ ഓരോ കുസൃതികൾ കണ്ട, ഭയങ്കര കുസൃതിക്കാരാ ഇവരെ കൊണ്ട്. ഒന്നും പറയാനില്ല. വീണ്ടും ഡ്രൈയിങ് പ്രോസസ് തന്നെ.
ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായിന്ന്. അപ്പൊ അതെ ഫൈനൽ ഔട്ട്കം എത്തി. അപ്പൊ ഞാൻ സുരടുണ്ടെന്ന് പറയുന്നുണ്ട്, അതാണ് കാണുന്നത്. അപ്പൊ ഗൈസ് ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട്കം. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടു. അമ്മയുടെ പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഹെയർ ഡാമേജ് ഒക്കെ നോക്കുന്നു. പക്ഷേ ബ്ലീച്ച് ഇടണ്ടാണ് കേട്ടോ ഗൈസ് ഞങ്ങളിത് ചെയ്തതാണ്. ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തതാ, ബ്ലീച്ച് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് സേഫാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്ക്. കാരണം നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നമ്മൾ മാറ്റി വെക്കാൻ പാടില്ല. എല്ലാം അപ്പം തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കോൺസെപ്റ്റ് ഉണ്ടാവല്ലോ. സോ ഞാൻ ഒറ്റ മൈൻഡിൽ പോയി ചെയ്തൊരു സംഭവമാണ്. പക്ഷേ ഈ ഹെയർ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എനിക്ക് കളർ ചേരുന്നുണ്ടോയെന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നുള്ളൂ. ആ ഡൗട്ട് തീർന്നു കിട്ടി. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ഗൈസ്.